പക്ഷെ ആരാധകർ വലിയ രീതിയിൽ കാത്തിരുന്ന ഒരു നിമിഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം റൂബൻ അമോറിം കോച്ചായതിനു ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ നല്ല കാലമായി ഒന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് സ്പോർട്ടിംഗിൽ നിന്ന് വന്നതെങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അദ്ദേഹത്തിന് വലിയ അത്ഭുതങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് അലക്സ് ഫെർഗൂസൺ പോയതിനു ശേഷം പല പരിശീലകർ വന്നെങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ആ പഴയ പ്രതാപത്തിന്റെ നിഴൽ പോലുമല്ല എന്നുള്ളതാണ്. അമോറിമും ഏതാണ്ട് ആ പദയിൽ തന്നെയാണ്. പക്ഷേ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഏറ്റവും മോശം പരിശീലകൻ എന്ന റെക്കോർഡ് കൂടിയാണ് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വരുന്നത് എന്നുള്ളതാണ്. 2024 നവംബറിലാണ് അദ്ദേഹം പരിശീലക സ്ഥാനം ഏറ്റെടുത്തത്. അതിനുശേഷം 63 മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച അദ്ദേഹത്തിന് വെറും 28 മത്സരങ്ങളിൽ മാത്രമാണ് ടീമിനെ ജയത്തിലേക്ക് നയിക്കാനായത്. അതായത് 38% മാത്രമാണ് വിജയ ശതമാനം ഉണ്ടായിരുന്നത്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം റെക്കോർഡുകളാണ്. കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ആരാധകർ പറഞ്ഞത്. പക്ഷേ അതൊന്നുകൂടി വൈകി ഒരു 6 മാസം കൂടി കൊടുത്ത ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതോടുകൂടി ഇടക്കാല പരിശീലകനായി ഫ്ലെക്ചറിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തന്നെ പഴയ താരമാണ്. എന്തായാലും അദ്ദേഹത്തിന് ചുരുങ്ങിയ സമയത്ത് കൊണ്ട് എന്തെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയെങ്കിലും നേടിക്കൊടുക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം. നിലവിൽ 20 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 6ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ പ്രകടനം തന്നെ കാഴ്ചവെക്കേണ്ടി വരും ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ളവയിലേക്ക് യോഗ്യത നേടാൻ. എന്തായാലും ആരാധകർ പോലും ആഗ്രഹിച്ച ആ തീരുമാനം വന്നിരിക്കുന്നു. റൂബൻ അമോറിം പുറത്തായിരിക്കുന്നു.